ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ വീക്ക് ഡേയിലെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ടേബിളിലേക്ക് നമ്മുടെ മുട്ടക്കറിയും അതുപോലെ തന്നെ അപ്പം ചുട്ടതും അതുപോലെ തന്നെ ചായയും എല്ലാമായിട്ട് നമ്മൾ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മുട്ടക്കറി എന്ന് പറയുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. പിന്നെ തേങ്ങാപ്പാലോ അതുപോലെ തന്നെ നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കാതെ കോക്കനട്ട് ഓയിലിൽ വളരെ ഒരു ഗ്രേവി ആയിട്ട് എന്താ പറയുക ഡ്രൈ ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത മുട്ടക്കറിയാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. കാരണം നമ്മുടെ ചില്ലി പൗഡർ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു, എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു. ഇപ്പം നമ്മുടെ മുളക് പൊടിയുടെ ഒരു എരിവെന്ന് പറയുന്നത് എവിടെയോ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികൾക്കൊക്കെ ഒരു എന്താ പറയുക സ്പൈസ് ഒരു എരിവ് എന്ന് പറയുന്നത് ചില്ലി പൗഡർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കറികൾക്കൊക്കെ ഒരു ചെറിയൊരു സ്പൈസി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് 2 വെള്ളയപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോയും അതുപോലെ തന്നെ സവോളയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ്. പിന്നെ അതിലേക്ക് നല്ല ചൂട് ചായയും. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റും കൂട്ടി നല്ല ചൂട് ചായയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു മാംഗോ കട്ട് ചെയ്ത്, നല്ല പഴുത്ത മാംഗോ കട്ട് ചെയ്ത് ചില്ലി പൗഡറും ഉപ്പും കൊക്കനട്ട് ഓയിലും ഒഴിച്ച് നമ്മൾ അങ്ങനെ റെഡിയാക്കി കഴിച്ചു. അപ്പോൾ ചില്ലി പൗഡർ മാറിയോണ്ട് തന്നെ ആ ഒരു മാംഗോയിൽ ഇട്ടപ്പോൾ പോലും ആ ഒരു എരിവിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രൂട്ടായിട്ട് മാംഗോ ഒക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടി നമുക്ക് നോക്കാം. ഉച്ചയ്ക്കെന്ന് പറയുന്നത് ചൂട് ചോറ് കാസ്ട്രോളിൽ റെഡിയാക്കി ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് കറിയാണ്. അപ്പോൾ ഇപ്പോൾ എന്തോന്ന് അറിയത്തില്ല, പരിപ്പിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ നന്നായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ്, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി അടിപൊളിയായിട്ടുള്ള പരിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ സാറായിക്ക് മക്കൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ക്യാരറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് വിളമീൻ ഫ്രൈ ആണ്. എന്തോ നമ്മൾ അടിയിലെങ്ങാണ്ട് പിടിച്ച് കുറച്ചൊന്ന് മൊരിഞ്ഞ് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വിട്ടുപോയതാണ്. അപ്പോൾ എന്താണേലും നമ്മൾ കഴിക്കാനായിട്ട് എന്നത്തെയും പോലെ തന്നെ ചോറ്. ഞാൻ ഇന്ന് ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും റെഡിയാക്കിയിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 കൂട്ടം കറികൾ, ഒരു ഫേവറേറ്റ് കോംബോ, ഒരു ഇഷ്ടപ്പെട്ട കോംബോ എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 2-3 കൂട്ടം. വീക്ക് ഡേ ആണ്, അതുകൊണ്ട് കഴിക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ള എനിക്കും അതുപോലെ തന്നെ എനിക്കും മക്കൾക്കും ഇഷ്ടപ്പെട്ട 1-2 കൂട്ടം കറികളാണ് ഞാനിന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചോറെടുത്തു. ചോറിലേക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ക്യാരറ്റ് താളിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പരിപ്പ് ടൊമാറ്റോ കറി ഒഴിച്ചു. പിന്നെ നമ്മുടെ വിളമീൻ ഫ്രൈ ചെയ്തത് ഫിഷ്. ഞാൻ ഫിഷ് അടിയിലെങ്ങാണ്ടോ പിടിച്ചു പോയായിരുന്നു. അപ്പോൾ എന്താണേലും 1-2 എണ്ണം ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് മക്കൾക്കും സാറായ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കറികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് മോളും ആസ്വദിച്ച് മോൾക്കും ഞാൻ ചോറും കറിയൊക്കെ വിളമ്പിയെടുത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ്, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് ഒരു പരിപ്പ് തക്കാളി രസം ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ ഒഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം പരിപ്പ് തക്കാളി രസമായിരുന്നു, എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ അതിഷ്ടം കഴിച്ചപ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് വീണ്ടും അത് നമ്മൾ വെച്ചു. പിന്നെ നമ്മൾ സാമ്പാറിലാണെങ്കിലും അതുപോലെ തന്നെ പരിപ്പ് കറിയിലാണെങ്കിലും നമ്മളിപ്പോൾ പരിപ്പ് ഒരുപാടിട്ട് വേവിച്ച് ഉടയ്ക്കാറില്ല. ഇപ്പോൾ പലർക്കും പല രീതിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് പരിപ്പ് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് പരിപ്പെന്ന് പറയുന്നത് കാണാതെ വെന്ത് അലിഞ്ഞ് കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഇഷ്ടം, ഈ ഒരു ടൈപ്പാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് 2-3 ബനാന കുക്കീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ബിസ്ക്കറ്റ്സോ എന്ത് വേണേലും പറയാം. അപ്പോൾ 2-3 ബിസ്ക്കറ്റ് എടുത്തു, അത് കഴിച്ചു. അതിന്
അതിനുശേഷം പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു കേക്ക്, ഇതിലെന്ന് പറയുമ്പോൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും അതുപോലെ തന്നെ ഡേറ്റ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് അത് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം നമ്മുടെ ചായ സമയമായി. നമ്മളിത് ചൂട് ചായ റെഡിയാക്കി. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സെയിം കപ്പ വറുത്തത്, സ്പൈസി ആയിട്ട് ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി കപ്പ വറുത്തതും, പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് സോസേജ് കുറച്ച് ദിവസമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതാ കുറച്ച് എടുത്ത് പൊരിച്ച്, സോസേജും ചിക്കൻ പോപ്കോണും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാറാടെ സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക ഐറ്റംസ് ഒരുപാട് വാങ്ങിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഇന്ന് ചായക്ക് എടുത്ത് ആ ഒരു പാക്കറ്റ്സ് ഒഴിവാക്കി വിട്ടു. അപ്പോൾ ഇതാ നമുക്ക് ചായക്ക് ഇന്ന് കഴിക്കാനായിട്ട് ചിക്കൻ പോപ്കോണും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സ് അല്ല, ചിക്കൻ സോസേജും അതുപോലെ തന്നെ കപ്പ വറുത്തതും പിന്നെ ഒരു കപ്പ് ചൂട് ചായയും അതൊക്കെ ചേർത്തിട്ട് നമ്മളിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് ടൈം നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഫേവറേറ്റാണ്, സാറയ്ക്ക് ഭയങ്കര ഫേവറേറ്റാണ് ചിക്കൻ പോപ്കോണും അതുപോലെ തന്നെ ചിക്കൻ സോസേജും. നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല, നമ്മൾ ഒരുപാടൊന്നും കൊടുക്കാറില്ല. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് കഴിച്ചതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അത് കുറച്ച് എടുത്ത് കഴിച്ചു. പിന്നെ ഈ സ്പൈസി ആയിട്ടുള്ള കപ്പ വറുത്തത് അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചൂട് ചായയുടെ കൂടെ ഈ സ്പൈസി ക്രിസ്പി ആയിട്ടുള്ള ഈ കപ്പ വറുത്തത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും നമ്മളിതാ ഡിബ ബേക്സിന്ന് പേസ്ട്രീസ്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള പേസ്ട്രിയും ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പിസ്ത ഫ്ലേവേർഡായിട്ടുള്ള പേസ്ട്രിയും ആയിരുന്നു. അപ്പോൾ പേസ്ട്രി എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഷുഗർ സിറപ്പൊക്കെ ടോപ്പ് മുതൽ ബോട്ടം വരെ ഒഴിച്ച് അതിൽ ആ ഒരു ടൈപ്പ് പേസ്ട്രി അല്ല. ഇവിടെ എന്ന് പറയുന്നത് ഉള്ളിൽ കുറച്ച് ഡ്രൈ ആയിരിക്കും, എന്നാലൊരു വായിലിട്ട് കഴിഞ്ഞാൽ മൗത്ത് വാട്ടറിങ്, ഒരു കംഫർട്ട് ഫീലായിരിക്കും. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഷുഗർ കഴിച്ചു മധുരം കഴിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവാറില്ല ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ക്രീമിലാണ് ആ ഒരു ക്രീം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഡിന്നർ ടൈമിൽ നമ്മൾ കഴിക്കാനായിട്ട് റെഡിയാക്കിയിരുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയുമായിരുന്നു. നല്ല ക്യാരറ്റും പൊട്ടറ്റോയും ഗ്രീൻ പീസും അതുപോലെ തന്നെ ബീൻസൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.